ഗായ്സ്, ഞാനുണ്ടല്ലോ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പക്ഷേ എനിക്കൊരു ഞാൻ ഇവിടെ ഒരു ഇൻറ്റേൺഷിപ്പിന് വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ചേച്ചി ഉണ്ട് ഇവിടെ, അപ്പം ഞങ്ങളുടെ ഹെഡാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു നിനക്കിതൊക്കെ വ്ളോഗ് ഇട്ടൂടെ എന്ന് പറഞ്ഞപ്പം ഞാൻ വെച്ചാൽ എനിക്കിടാലോ. പക്ഷെ ഞാൻ ഇവിടുത്തെ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ട് ഇവിടുത്തെ വീഡിയോസ് ഒന്നും ഔട്ട് ചെയ്യരുതെന്ന്. സോ ഒന്നും കാണിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റിൻ്റെ ഇതിലുള്ള പേര് പോലും കാണിച്ചിടാതിരിക്കാനുണ്ട്. ഇത്ര പോർഷൻ മാത്രം കാണിക്കണം. ഓക്കെ, ഒന്ന് ഇവിടെ ലൈറ്റിങ് ഓക്കെ ഓക്കെയാണ്. പിന്നോട് ട്രാക്കിങ് പറഞ്ഞുകൊണ്ട് 2 ദിവസം എനിക്ക് അലർജി ആയിട്ട് ഇങ്ങോട്ട് സൈറ്റിൽ വരാൻ മടിയായിരുന്നു. പക്ഷേ ഇന്ന് കുഴപ്പമില്ല, ഞാൻ ഡോക്ടറെ കാണിച്ച് മാറ്റി. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് സൈറ്റിലോട്ട് വരികയാണ്. MBA ചേട്ടന്മാർ കുറച്ചുണ്ട്, അപ്പോൾ ചേട്ടന്മാരെ കണ്ടു. അപ്പോൾ അവിടെ ചേട്ടൻ വ്ളോഗിങ് പറഞ്ഞ് കളിയാക്കി തന്നെ. സോ ഞാൻ അവന്തിൻ്റെ തല കാണൂല ഞാൻ അവന്തിൻ്റെ കൂടെ പോണേ. പുറത്തുനിന്ന് ലൈറ്റ്. സോ ഇപ്പം നമ്മൾ ദേവികളെ പോലെ ഉണ്ടാവും. ദേവി സ്നേഹ ദേവി അവൻ സോറി ഗായ്സ്, അവിടെ ചളിയാണ് അത്ര. നമുക്ക് ഇതിലൂടെ പോകാം. ഞാൻ എന്തിനാണ് നിങ്ങളെ വ്ളോഗ് ചെയ്യാൻ വന്നേ? ഒരു കാര്യമില്ല, വെറുതെ വീഡിയോ ഇട്ടിട്ട് കുറേ ആയില്ല. അപ്പം ഞാൻ പക്ഷെ എന്തെങ്കിലുമൊക്കെ പറയാം, ബ്ലാ ബ്ലാ ബ്ലാ. നോക്കട്ടെ, എന്തെങ്കിലും ത്രില്ലിംഗ് ആയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. വളരെ ബുദ്ധിമുട്ടാണ് ഈ വഴികളൊക്കെ. ഇതൊക്കെ താണ്ടി വേണം നമ്മൾ നമ്മുടെ സൈറ്റിൻ്റെ അകത്തോട്ടെത്താൻ. നിങ്ങൾ എന്നെ അല്ലാതെ ഇതിൻ്റെ ചുറ്റിലോട്ടും ആരും നോക്കാൻ പാടില്ല കേട്ടോ. അത് നമ്മുടെ റൂൾസിനെതിരാണ്. ഓക്കെ, എന്നെ മാത്രം കണ്ടാൽ മതി. എൻ്റെ തല ഇത്ര ഭാഗമാണ്, എന്നിട്ട് ഞാൻ സംസാരിക്കണം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഓക്കെ, അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ല. നിങ്ങളെന്തിനും അത് കണ്ടോണ്ടിരിക്കണേ. പക്ഷേ ഞാൻ എന്തെങ്കിലും ഉണ്ടാവും, കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ കല്ലും മുള്ളും ചളികളും നിറഞ്ഞ വഴിയിലൂടെ ഞാൻ എൻ്റെ ബാഗി ജീൻസ് ഇട്ടുകൊണ്ട് നടക്കുകയാണ്. യുനോ, സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഫ്ലോറിൽ ഇരുന്ന് നോക്കണ്ടായിരുന്നേ. പിന്നെ ഇവിടെ ഇങ്ങോട്ട് കയറി, തോളെ കൂടെ ഇങ്ങോട്ട് കയറി. ഇവിടെ ആണെങ്കിലുണ്ടല്ലോ കൊതുകുകളൊരു അയ്യര് കളിയാണ്. പിന്നെ ഞങ്ങൾ ഓടോമോസ് ഒക്കെ തേച്ചിട്ടാണ് വന്നത്. അവിടെ നിന്ന് ഞങ്ങളെ കൊതുകൾ കടിക്കില്ല. ഞാൻ ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ കാണിച്ചോണ്ട് ഞാൻ ഇന്നലെ വൃത്തിക്ക് ഉറങ്ങി. ഞാൻ രാത്രി ഉറങ്ങാൻ കഴിയണ്ടേ. മേലൊക്കെ ഇവിടെ കയ്യിലൊക്കെ ഓരോ ചിണർത്തിങ്ങനെ പൊന്തിയുണ്ടായി. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതൊക്കെ ഇനി ഞാൻ എൻ്റെ പണി ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി കാണിച്ചില്ല. ഇവിടെ കുറച്ച് ഹിന്ദിക്കാരുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അവരുടെ അടുത്ത് വെച്ച് ഇതെന്താ പുട്ടി ചെയ്യാണോ ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ പുട്ടി ചെയ്യാം അതപ്പോൾ ഞാൻ ചോദിച്ചു ഇത് കഴിഞ്ഞ് പ്രൈമറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അല്ല എൻ്റെ സാൻറ്റിങ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് പ്രൈമർ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ രക്ഷപ്പെട്ടു, കഴിഞ്ഞ് പോരാ വിചാരിച്ചു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിക്കുക ഈ ലൈറ്റ് ഇത്ര വലുതാണോ വരിക, ചെറുത് വരുമോ? ഞാൻ എന്തിത്ര പറയാൻ, ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അത് വേറെ ചേട്ടനുണ്ട് അവർക്ക് അറിയുള്ളൂ, അത് എനിക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല. ഞാൻ പിന്നെ ഹിന്ദിക്കാർക്ക് മനസ്സിലായെങ്കിൽ ഹിന്ദി അറിയില്ല. ഞാൻ പറഞ്ഞു മുച്ചേ നെയ്യുമാനു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവരും ചിരിക്കും, അവർക്ക് മനസ്സിലായി ഞാൻ ഹിന്ദിയിൽ വീക്കാന്ന്. കുഴപ്പമില്ലല്ലേ. പക്ഷേ ഹിന്ദി കുറച്ച് പഠിച്ചു തരുന്നുണ്ട്. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇവരോട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കണ ആരെയും കണ്ട അവരാരും എന്നെ പോയി കംപ്ലയിൻറ്റ് ചെയ്യുള്ളൂ. ഇല്ല, ഞാൻ വേറെ ആരും എടുത്തില്ല, എൻ്റെ തലയിൽ എടുത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചിട്ടെ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്. അവിടെ പേളിമണിക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടെ, എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നോട് വിസ്മയ ചേച്ചി പറഞ്ഞതാ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തിനും അറിയില്ല, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്, അതിൻ്റെ അകത്ത് ഉണ്ടെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അതാണെന്നാണ് എൻ്റെ ഒരു ധാരണ. നോക്കാം, എങ്ങാനും ഞാൻ പേളിമണിനെ കണ്ടല്ലോ. എന്നിട്ട് ഞാൻ അധികം അപ്പുറത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ഹിന്ദിക്കാരൊക്കെ ഉണ്ട്. ഓരെന്തായാലും ഞാൻ ഓരോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാലോ, മൈ ഗോഡ്, അല്ലേ ഞാൻ പോയിട്ടില്ല, വള്ളിയും പിടിക്കും. അപ്പം അതും കൂടി പിടിക്കാൻ എനിക്ക് വയ്യ. ഇവിടെ ആരും ഇല്ല, അതുകൊണ്ട് ഞാൻ കളിച്ചിറക്കണേ. പക്ഷെ എൻ്റെ പണി ഞാൻ തീർത്തുണ്ട്. ഈ ഫ്ലോറിൽ ഏകദേശം ട്രാക്കിങ് കഴിഞ്ഞു. താഴത്തെ ഫ്ലോറിൽ പോകണം. ഇവിടെ ഉണ്ടല്ലോ, ഇവിടുന്ന് പുറത്തോട്ടുള്ള വ്യൂ നല്ല രസമാണ്. ആ സൈഡ് രസമില്ല, അവിടെ പണിയെടുക്കും. ഈ സൈഡ് നല്ല രസമാണ്. പക്ഷെ കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വീഡിയോ എടുക്കാം, എന്നിട്ട് ഇവിടെ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരില്ല കേട്ടോ. സോറി ഗായ്സ്. നോക്കട്ടെ, നമുക്ക് നടന്ന് പോയി നോക്കാം.
ഇവിടെ ആരും പണിക്കാരൊന്നും ഇല്ല, അതുകൊണ്ട് ഇന്ന് വീഡിയോ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇല്ല ഒരു വിചാരിക്കില്ല ഞാൻ എന്താ വീഡിയോ ഒക്കെ എടുക്കണം. ഓ ഷിറ്റ് ഗായ്സ്, ഇവിടെ നിന്ന് അത് കാണൂല, കാരണം ഞാൻ സെക്കൻഡ് ഫ്ലോറിലാണുള്ളത് ബേസ്മെൻറ്റിൻ്റെ. അപ്പോൾ ഇവിടുന്ന് കാണൂല, മേലെ പോലെ കാണുള്ളൂ. ഇപ്പം എനിക്ക് പോകാൻ നേരമായി, ഞാൻ വേറെ വീഡിയോയിൽ എപ്പോഴേലും കാണിച്ചു തരാം കേട്ടോ. പിന്നെന്താ, ഇനി താഴെ പോയി നോക്കട്ടെ. താഴെ പോയിട്ട് താഴെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. താഴെ നിന്ന് രാവിലെ താഴെ ഹൊറിബിളായിരുന്നു. താഴത്തത് രാവിലെ നേരം വെളുത്തതേ ഉള്ളേ 7:58 സാറ് ഗ്രൂപ്പിൽ എന്നെ മെൻഷൻ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഇത്ര സാധനങ്ങൾ ട്രാക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ രാവിലെ വന്നു, വേഗം ഞങ്ങൾ ലേറ്റായിട്ട് എത്തി, വേഗം സേഫ്റ്റി ഷൂസും ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങി. ഇവിടെ വന്നപ്പം സാറെ വിളിച്ചപ്പോൾ ഒരു സാറ് ലീവാണ്. അപ്പം ആ സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ മറ്റൊരു സാറിൻ്റെ പുള്ളി എപ്പോഴും തിരക്കാവും കേട്ടോ. അപ്പോൾ ആ സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോൾ കിട്ടുന്നില്ല. വിളിച്ചിട്ട് ആദ്യം വിളിച്ചപ്പോൾ എടുത്തു, പിന്നെ രണ്ടാമത് വിളിക്കാൻ എനിക്കൊരു പേടി. ഞാൻ വേറൊരു സാറെ കണ്ട്. അങ്ങനെ പിന്നെ എങ്ങനെയോ ഈ സാറെ കണ്ട്. എൻ്റെ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ചോദിക്കാൻ വേണമല്ലോ. സാറാണെങ്കിൽ ഫുൾ തിരക്കിൽ, ഫുൾ സ്ട്രെസ്സാണ്. ഞാൻ വയ്യാലെ ഇങ്ങനെ നടന്നേ. കുറച്ച് കഴിഞ്ഞാൽ അവിടെ വേറൊരു പണിക്കാരൻ ഒരു പണി പറഞ്ഞു കൊടുത്തു, പക്ഷെ മൂപ്പരത് കറക്റ്റ് കേട്ടില്ല. പുള്ളി വീണ്ടും എന്താ ചോദിച്ചപ്പോൾ സാറങ്ങ് ചൂടായാലും ഞാനും പേടിച്ച് ഞാൻ പിന്നെ സൈഡ് മാറിയിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് പുള്ളി ഒന്ന് കൂൾ ഡൗൺ ആയതിന് ശേഷം വീണ്ടും ആ സാറ് പറഞ്ഞ കൊച്ചിനൊന്ന് പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പുള്ളി അലിഞ്ഞ് ഞാൻ എന്തോ പറഞ്ഞു. കുഴപ്പമില്ല, പക്ഷേ ഇതാണ് ഇതിൻ്റെ പ്രശ്നം, സ്ട്രെസ്ഫുൾ ലൈഫ്. ഇതൊന്നും ഞാൻ ഇടൂല കേട്ടോ, കാരണം പിന്നെ ഇൻറ്റേൺഷിപ്പും തരില്ല, ഒരു കോപ്പും തരില്ല, സർട്ടിഫിക്കറ്റും തരില്ല, എന്നെ അടിച്ച് പുറത്താക്കും. സോ അങ്ങനെ ട്രാക്കിങ് അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു. നമുക്ക് ഏറ്റവും താഴത്തെ ഫ്ലോറിൽ പോയി നോക്കാം. ഞാൻ എനിക്കൊന്നും കാണിച്ചു തന്നില്ലല്ലോ. ഇതാണ് ഞാൻ എന്നോട് ആരും കാണിച്ചു കൊടുക്കരുത് പറഞ്ഞാൽ കാണിച്ചു തരില്ല. 45 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കാണിച്ചു തരാം. കാരണം ഇപ്പോൾ കാണിച്ചു തന്നാലേ എൻ്റെ പണി പോകും. ഇൻറ്റേൺഷിപ്പും തരില്ല, അവർ സർട്ടിഫിക്കറ്റും തരില്ല. അവരുടെ ഒരു ബംഗാളി ഞാൻ തേങ്ങയെ പറഞ്ഞേച്ച് നോക്കണ്ടേ എന്നോട് ചിരിച്ച് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ ഇപ്പോൾ ഇവരോടൊക്കെ സംസാരിച്ചപ്പോൾ ഇവരൊക്കെ എന്നെ കാണുമ്പോൾ ചിരിക്കും, ഞാൻ ഓരോടും ചിരിക്കും. അമ്മ എന്നോട് പറയലുണ്ട് ഇങ്ങനെ എല്ലാവരോടും ചിരിക്കരുത്, പക്ഷെ ഞാനത് ശീലിച്ചു പോയി. എനിക്കിങ്ങനെ ചിരി വരും അറിയുന്നവരെ കാണുമ്പം. പിന്നെ കാണില്ലല്ലോ, എൻ്റെ പല്ല് മാത്രം കാണുള്ളൂ. സോറി ഗായ്സ്, ഈ ഫ്ലോറിൽ ഒരു ജനസാഗരമാണ്, അതുകൊണ്ട് വീഡിയോ എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മലയാളം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. പക്ഷെ എനിക്ക് ചീത്തയിപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. നമുക്ക് ബാക്ക് ടു ഇവിടെ മൊത്തം ചളിയാണ്. ഓ മൈ ഗോഡ്. കുഴപ്പമൊന്നുമില്ല, എൻ്റെ തലയല്ലേ നിങ്ങൾക്ക് കാണുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ. ചീത്ത കേൾക്കില്ലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മിക്കവാറും ചീത്തയേക്കും. ഇങ്ങനെയാണ് സ്നേഹം ഇത് പോസ്റ്റ് ചെയ്തത്, ആരാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ തന്നത്. അപ്പം ഞാൻ പറയും ഞാൻ എൻ്റെ തല മാത്രമേ എടുത്തുള്ളൂ, വേറെ ഒന്നും എടുത്തില്ല. പിന്നെ ജോക്സ് അപ്പാർട്ട്, നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്ന സാധനം നിങ്ങളൊരു ഇൻറ്റേൺഷിപ്പായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ചൂസ് ചെയ്തോ. കാരണം ഇവിടെ നമ്മൾ വലിയ ബുദ്ധിമുട്ടാക്കാത്ത രീതിക്ക് നല്ലപോലെ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും